الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളും പാകപ്പിഴവുകളും സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിന് എത്ര കാലം ബാക്കിയുണ്ടോ അള്ളാഹു അത്രയും കാലം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും ഈമാനോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ വീടുകളിൽ ആശുപത്രികളിലൊക്കെ കഴിയുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ആജിലും മുസ്തമിറുമായ ഷിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുകയും പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ചൊരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വലിയ പ്രയാസത്തിൽ വീട്ടിൽ രോഗാവസ്ഥയിൽ കഴിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയും പെട്ടെന്ന് ഷിഫാവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ കണ്ണിന് കാഴ്ച ശക്തിയില്ലാത്ത ബൈപ്പാസ് സർജറിക്ക് കഴിഞ്ഞൊരു വ്യക്തി നമ്മുടെ അടുക്കൽ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചിട്ട് നമ്മളെ പള്ളിയിൽ വന്നിട്ടുണ്ട്. പറ്റുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ സഹായങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഈ ഭൂമിയും അതിൻ്റെ എല്ലാ ഏർപ്പാടുകളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ആ ഭൂമിയിൽ അള്ളാഹു അനേകായിരം ജീവികളെ ജീവിക്കാനുള്ള അനുവാദം നൽകി അയച്ച കൂട്ടത്തിൽ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യരാകുന്ന നമ്മളെയും അള്ളാഹു പറഞ്ഞയച്ചു. എല്ലാ ആളുകളെയും അള്ളാഹു ഭൂമിയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് മാത്രം പറഞ്ഞയക്കുന്നതിന് പകരം അള്ളാഹു തആല വ്യത്യസ്ത ഭാഗങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, പ്രദേശങ്ങളിൽ അള്ളാഹു മനുഷ്യരെ വിന്യസിക്കുകയുണ്ടായി. ഓരോ ആളുകളും എവിടെയാണോ ജനിച്ചു വീഴുന്നത്, എവിടെയാണോ വളരുന്നത്, അവിടെ അവർ ഒരുമിച്ച് കൂടുകയും അവരുടെ നാടായി അതിനെ സ്വീകരിക്കുകയും ആ നാട്ടിൻ്റെ നാട്ടുകാർ എന്ന രീതിയിൽ അവർ അവരെപ്പറ്റി വിശ്വസിക്കുകയും അതിന് അടയാളങ്ങൾ നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. പിന്നീട് കാലങ്ങളിങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ ആദ്യം മനുഷ്യൻ സ്വതന്ത്രമായി ജീവിക്കുന്ന ആ ഇടങ്ങളിലേക്ക് അധികാരവും നിയന്ത്രണവും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു സമൂഹം ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവിടെ നിയമങ്ങൾ വേണം, അവിടെ മറ്റു വ്യവസ്ഥകൾ ഉണ്ടാകണം, അതിന് ഭരിക്കുന്ന ആളുകൾ ഉണ്ടാകണം, ചിലർ ഭരിക്കപ്പെടണം. അപ്പോൾ ഈ ഭൂമി മൊത്തം ഭരിക്കുക എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കലി സാധ്യമായ കാര്യമല്ല. അപ്പോൾ ഈ ഭരണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോ നാടുകൾക്ക് അതിർത്തി നിശ്ചയിക്കുകയും അതിനെ വ്യത്യസ്ത രാജ്യങ്ങളായി, സ്റ്റേറ്റുകളായി, ജില്ലകളായൊക്കെ തരംതിരിച്ച് അതിനെ ഈ നമ്മളിന്ന് കാണുന്ന രീതിയിൽ വിഭാഗങ്ങളാക്കി മാറ്റിയത്. പക്ഷെ മനുഷ്യൻ്റെ പ്രകൃതമാണ്, അവൻ എപ്പോഴും ആർത്തിയുള്ളവനാണ്. ഒരു രാജ്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ എപ്പോഴുമുള്ള ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ രാജ്യം വലിയ രാജ്യമാകണം എന്നാണ്. തൻ്റെ അധികാരങ്ങളും തൻ്റെ രാജ്യത്തിൻ്റെ റിസോഴ്സുകളും സാമ്പത്തികം ഒക്കെ വലുതാകണം, അതിനെ വിശാലപ്പെടുത്തണം എന്നാണ് എല്ലാ രാജ്യക്കാരും ആഗ്രഹിക്കുന്നത്. അത് പലരും ചെയ്യാത്തത് പല കാരണങ്ങളുടെ പേരിൽ എന്നതുകൊണ്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പൗരാണിക കാലം മുതൽ നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടങ്ങളിലും മറ്റു രാജ്യങ്ങളിലേക്കുള്ള എന്ന് പറഞ്ഞാൽ ശക്തന്മാർ ഭരിക്കുന്ന രാജ്യം അല്ലെങ്കിൽ ശക്തരായ ഭരണാധികാരികൾ തങ്ങളുടെ ചുറ്റുപ്രദേശമുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ
അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ, യുദ്ധങ്ങൾ, ഇതൊക്കെ നമുക്ക് എത്ര വർഷം മുമ്പ് മനുഷ്യന്റെ ഉൽപ്പത്തി ഉണ്ടോ ആ കാലം മുതൽ നമുക്ക് ഇങ്ങോട്ട് കാണാൻ വേണ്ടി പറ്റും. അതെല്ലാ രാജ്യങ്ങളിലേക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു രാജ്യം അതിൽ ഒഴിവല്ല. ഒരുപക്ഷെ വളരെ ബലഹീനമായ രാജ്യങ്ങൾ വേണമെങ്കിൽ മാത്രം എപ്പോഴും അവർ ആക്രമിക്കപ്പെടാനും ഭരിക്കപ്പെടാനും ഉള്ളവരായി വിധിക്കപ്പെട്ടവരായി ഉണ്ടായേക്കാം. അതല്ലാത്തതൊക്കെ നോക്കിയാൽ എല്ലാ രാജ്യക്കാരും മറ്റ് രാജ്യങ്ങളുടെ മേൽ അധിനിവേശം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പരമമായ സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ ഇവിടെ സംവിധാനിക്കുമ്പോൾ ഈ ഭൂമിയും ഈ ഭൂമിയിലെ ആളുകളൊക്കെ എത്ര കാലം അള്ളാഹു ആയുസ് നൽകിയിട്ടുണ്ടോ അത്രയും കാലം സമാധാനത്തിലും നീതിയിലും കടന്നു പോകണമെങ്കിൽ അതിന് ചില അടിസ്ഥാനപരമായ ഗുണങ്ങൾ മനുഷ്യനുണ്ടാകേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ അള്ളാഹു തആല ഓരോ മനുഷ്യനിലും ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഗുണമാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് താൻ ജനിച്ച നാടിനോട്, താൻ ജനിച്ച പ്രദേശത്തിനോട്, രാജ്യത്തിനോട് മനുഷ്യന്മാർക്കുണ്ടാകുന്ന സ്നേഹം എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരിൽ മാത്രമല്ല എല്ലാ ജന്തുക്കളിലും കാണാൻ വേണ്ടി സാധിക്കും. അത് രാവിലെ പക്ഷികളാണെങ്കിൽ ഭക്ഷണം തേടി പോകുന്നു, ഇനി മറ്റു ചില ജന്തുക്കളാണെങ്കിൽ വേട്ടയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അതിൻ്റെ പൂർത്തീകരണം നടന്നിട്ട് കഴിഞ്ഞാൽ അവറ്റകൾ അവരുടെ കൂടുകളിലേക്ക് തിരിച്ചു മടങ്ങുന്നതായി കാണാം. അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളത് അവരുടെ കൂടുകളാണ്. ചില മത്സ്യങ്ങളൊക്കെ കിലോമീറ്ററുകൾ കടലിൽ നീന്തി തുടിച്ചു പോകും. പക്ഷേ അത്ര പോയി കഴിഞ്ഞാലും അത് അതിൻ്റെ ഒരു പൂർത്തീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ ആവാസ വ്യവസ്ഥ എവിടെയാണോ കടലിൽ ഏത് പോർഷനിലാണോ അവർ ഇത്രയും കാലം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രദേശത്തേക്ക് അവർ വരിക തന്നെ ചെയ്യും. നമ്മൾ നോക്കിയാൽ അങ്ങനെ താൻ ജനിച്ച നാടിനോട് സഹജമായ സ്നേഹം എന്നൊന്നില്ല എങ്കിൽ 60 ഡിഗ്രി ചൂടിലും കൊടും തണുപ്പിലൊക്കെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ കാര്യം നിങ്ങൾ ആലോചിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം മൈഗ്രേഷൻ എന്ന് പറയുന്നത്, പലായനം എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എന്തുകൊണ്ട് അവർ ജീവിക്കുന്ന നാട്ടിൽ തന്നെ അവർ ഇന്നും നിലകൊള്ളുന്നു എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ ഒരു പ്രദേശത്ത് ജനിക്കുമ്പോൾ ആ പ്രദേശത്തിൻ്റെ വായു ശ്വസിച്ച് അവിടുത്തെ വെള്ളം കുടിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രദേശവുമായി ആ മനുഷ്യന്റെ മനസ്സിന് ഒരു പ്രത്യേകമായ രീതിയിലുള്ള ബന്ധം, മാനസികമായ ബന്ധം ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും അതിനോടുള്ള സ്നേഹത്തിലേക്ക് മാറുന്നു. ഈ അർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ്, നമ്മളൊക്കെ ഇന്ത്യയിൽ ജനിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇന്ത്യ എന്ന രാജ്യത്തോട് മറ്റു രാജ്യങ്ങളോട് ഉള്ളതിനേക്കാൾ ആപേക്ഷികമായി നമുക്ക് ഇന്ത്യയുടെ ഒരു പ്രത്യേകം കൂറും സ്നേഹവും നമുക്കുണ്ട്. അള്ളാഹു എല്ലാ രീതിയിലും നമുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഇതിൻ്റെ ചർച്ചകളൊക്കെ നമ്മളിങ്ങനെ വിശാലാർത്ഥത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും പല ഡിബേറ്റുകൾക്കും വഴി നടക്കുന്ന ഒരു ചർച്ചയാണ്. അങ്ങനെ ഒരു രാജ്യത്തിനോട് മതപരമായ ഒരു സ്നേഹത്തിൻ്റെ അങ്ങനെ ഒരു ഭാഗം നമ്മൾ കാണേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മളതിൻ്റെ പഠനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണല്ലോ നമുക്ക് എല്ലാത്തിനും തെളിവ്. നബിതങ്ങളിൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പല സംഭവങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മക്കത്താണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വർഷം പൂർത്തിയാക്കി നുബുവത്ത് കിട്ടുന്ന സന്ദർഭത്തിൽ വലിയ ബേജാർ നബിതങ്ങൾക്ക് ഉണ്ടാകുന്നു. വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് ഖദീജ ബീവി കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെയുള്ള സംഭാഷണമൊക്കെ നമുക്കറിയാം. ആ സമയത്ത് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന മുൻ അഹ്ലുൽ കിതാബിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആ പണ്ഡിതൻ പറയുകയുണ്ടായി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്ന ഈ വ്യക്തി അഥവാ ജിബ്രീൽ എന്ന് പറയുന്ന ആള് ഹാദാ ഹുവൻ നാമൂസുൽ അക്ബർ, ഇത് മൂസാ നബിയുടെ അടുക്കൽ വന്ന അതേ ആളാണ്. അതായത് ജിബ്രീലാണ് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്, നിങ്ങൾക്കും നുബുവത്താണ് ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്നത്, നിങ്ങളെയും നിങ്ങളുടെ നാട്ടുകാർ പുറത്താക്കും. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്ന് വരുന്നൊരു ചോദ്യമുണ്ട്, അവ മുഖ്രിജിയഹും, എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കുമോ? ഈ ഒരു വേദനയിൽ നിന്നുള്ള ചോദ്യം. എന്താ കാര്യം? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ നാടുമായി അത്രയധികം മാനസികമായ ബന്ധമുണ്ടായിരുന്നു. എന്തിന്? ഹിജ്റ ചെയ്തു പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം മക്കയോട് വിട വാങ്ങിയിട്ട് പോകുമ്പോൾ നബി തങ്ങൾ മക്കയോട് പറയുന്നുണ്ട്, മാ അത്വയബകി മിൻ ബലദിൻ, നാടുകളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ നാട് നീയാണ്. വഹബ്ബകി ഇലയ്യ, നാടുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയങ്കരിയായ നാട് മക്ക നീയാണ്. വലൗല അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറകി, നിന്റെ നാട്ടുകാര്
മക്കക്കാര്, ഇവിടുത്തെ മുശ്രിക്കുകൾ എന്നെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഇടം വിട്ടിട്ട് മറ്റൊരു ഇടം തേടി പോകുമായിരുന്നില്ല, മറ്റൊരു താവളത്തിലേക്ക് പോകുമായിരുന്നില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്താണ് കാണിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് കഅബ നിലകൊള്ളുന്നു എന്ന പവിത്രത ഉള്ളതിന്റെ പേരിൽ വിശ്വാസപരമായ ഒരു സ്നേഹം മക്കയോടും മദീനയോടും നബിതങ്ങൾക്കുണ്ട്, മക്കയോട് അടിസ്ഥാനപരമായിട്ടുണ്ട്. അത് നമുക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജനിച്ച എന്ന ഒരു കാരണത്താൽ ആ നാടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യൗവനവും ശൈശവവും കൗമാരവും ഒക്കെ വളർന്നു പന്തലിച്ചു എന്ന കാരണത്താൽ ആ നാടിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ സ്നേഹമാണിത് കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിയിൽ ഈ ഹിജറിന്റെ യാത്രയുടെ ഇടയിൽ ജുഹ്ഫ എന്ന പ്രദേശത്ത് എത്തിയപ്പോൾ നബിക്ക് വീണ്ടും മക്കയോടുള്ള ഭയങ്കരമായ ഒരു 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 പ്രയാസം, വിഷമം ഇങ്ങനെ അനുഭവിക്കുകയാണ്. മക്ക പോവുകയാണല്ലോ, മക്കയിൽ നിന്ന് പോവുകയാണല്ലോ എന്ന സങ്കടം നബി തങ്ങളെ അലട്ടുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫിൽ ആയത്തിറക്കി കൊടുത്തു. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. നബിയെ, തീർച്ചയായും അങ്ങേക്ക് ഖുർആൻ അവതരിപ്പിച്ച, അങ്ങേക്ക് ഖുർആൻ നിശ്ചയിച്ചു തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ലറാദ്ദുക ഇലാ മആദിൻ, തങ്ങളെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. തങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. ഈ മക്കയെ അങ്ങയിൽ നിന്നും പൂർണ്ണമായി നഷ്ടപ്പെടുത്താൻ നാം ആഗ്രഹിച്ചിട്ടില്ല. അതിന്റെ അധികാരവും ചെങ്കോലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ കൈകളിൽ നാം ഏൽപ്പിക്കും എന്ന് പടച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി. ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ മദീനത്തെത്തി മക്കയിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ പൗരത്വം മാറിയിട്ട് മദീനത്തേക്ക് എത്തി, അവിടുത്തെ നാഷണാലിറ്റി സ്വീകരിച്ചു. അങ്ങനെയാണല്ലോ ഇസ്ലാമിന്റെ ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാനപരമായ ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നിന്നും ഹിജ്റ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ആ നാട്ടിലേക്ക് പെർമനന്റ് വിസ കിട്ടൂല, അവിടെ ഇടക്ക് വന്ന് പോകാം എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഹിജ്റ എന്ന് പറയുന്നത്. ദാറുൽ കുഫറിൽ നിന്നും ദാറുൽ ഇസ്ലാമിലേക്കുള്ള ഹിജ്റയാണെങ്കിൽ ആ അർത്ഥത്തിൽ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ സഹാബാക്കൾക്കോ ഈ മക്കയിൽ നിന്നുള്ള മദീനത്തേക്കുള്ള യാത്രയോടുകൂടി ഇനി കാലാകാലം മക്കത്തേക്ക് താമസിക്കാനുള്ള അനുവാദമില്ല. അതുകൊണ്ടാണ് നമുക്കറിയാം മക്കം ഫത്ഹായ സന്ദർഭത്തിൽ മക്കം ഫത്ഹിന് വന്നു, കഅബ തവാഫൊക്കെ ചെയ്തു. നബി നിങ്ങൾ പറഞ്ഞു ഒരു 3-4 ദിവസം നിങ്ങൾക്ക് താമസിക്കാം, അത് കഴിഞ്ഞാൽ തിരിച്ചു പോകണം. അപ്പോൾ ആ ബന്ധം അതാണ്. നമ്മൾ ആ രാജ്യത്തിനോടുള്ള സ്നേഹവും വിശ്വാസവും തമ്മിൽ വരുമ്പോൾ അത് തമ്മിൽ ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിൽ അവിടെ അള്ളാഹുവിനോട് വില കൽപ്പിക്കേണ്ടത്. കാരണം ഇന്നല്ലർല കുല്ലഹൂലില്ല, ഈ ഭൂമി അള്ളാഹുവിനുള്ളതാണ്, ഈ ഭൂമി അള്ളാഹുവിനുള്ളതാണ്, നമ്മളും അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിന്റെ താല്പര്യത്തിനാണ് മുൻഗണന കൂടുതൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എത്തുന്നു. മദീനത്തേക്ക് എത്തി ഇനി മദീനയോട് മനസ്സ് പാകപ്പെടണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്യുകയുണ്ടായി, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, അല്ലാഹുവേ മദീനയോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നീ ഇട്ടു തരണമേ. കഹുബ്ബിന മക്കത, മക്കയോട് എത്ര എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നോ, മക്കയെ ഞാൻ എപ്രകാരം സ്നേഹിച്ചോ അതുപോലത്തെ സ്നേഹം ഈ നാട്ടിനോട് ഉണ്ടാക്കി തരണേ. ഔ അശദ്ദ, അല്ലെങ്കിൽ മക്കയോടുള്ളതിനേക്കാൾ കഠിനമേറിയ സ്നേഹം മദീനയോട് ഉണ്ടാക്കി തരണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായി ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്? അഥവാ ഒരു മനുഷ്യൻ താൻ താമസിക്കുന്ന ഇടങ്ങളോട് മാനസികമായി പൊരുത്തപ്പെടാനാകുന്നില്ലെങ്കിൽ, അതിനോടൊരു സ്നേഹവും മമതയും കൂറുമില്ല എങ്കിൽ ആ നാടിന്റെ വിധ്വംസക പ്രവർത്തനങ്ങളിൽ അവൻ ഏർപ്പെടൽ എളുപ്പമാണ്. ഈ നാടിനെതിരെ ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏത് ഭാഗത്ത് നിന്നാകട്ടെ, എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഒറ്റക്കെട്ടാകുന്നത്? നമുക്ക് ഈ നാടിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. അങ്ങനെ സ്നേഹമില്ലെങ്കിലോ, തരം കിട്ടിയാൽ, അങ്ങനെ പല ആളുകളും ചെയ്തിട്ടുണ്ടല്ലോ, ഈ രാജ്യത്തിന്റെ ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ച ആളുകൾ, അത് ഇന്നും നടക്കുന്നു. ഈ രാജ്യത്തിന്റെ സുരക്ഷാ വിവരങ്ങൾ ചോർത്തി കൊടുക്കാൻ നടക്കുന്ന ആളുകൾ. എന്താ അതിന്റെ കാരണം? അവർക്ക് രാജ്യത്തിനോടുള്ള, താൻ ജീവിക്കുന്ന നാട്ടിലെ പൗരന്മാരോടുള്ള സ്നേഹത്തിനേക്കാൾ അപ്പുറത്ത് ഒന്നിക്കൽ തന്നോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ സാമ്പത്തികമായ ലാഭം, അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു സമൂഹം നന്നായി നിലനിന്ന് പോകണമെങ്കിൽ ആ മനുഷ്യൻ ജീവിച്ചു പോകുന്ന പ്രദേശത്തിനോട് ഒരു അടിസ്ഥാനപരമായ സ്നേഹവും ബന്ധവും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ദുആ നമുക്ക് ഇപ്രകാരം കാണാം. നമുക്കറിയാലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മക്കയുടെ പരിസരത്ത് ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അന്ന് ആരും ഇല്ലാത്ത നാടാണ്. അപ്പോൾ നമ്മൾ നോക്കണം, ഒരു പ്രവാചകന്റെ സമീപനം എന്താണെന്ന് നോക്കണം. ഒരു നാട്ടിനോട്, ഒരു സമുദായത്തിനോട് ഉണ്ടാകേണ്ട സമീപനാണ് ഇബ്രാഹിം നബി നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ ഇബ്രാഹിം നബി ചെയ്ത ദുആ? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ. ഫസ്റ്റ് ചോദിച്ച കാര്യം അതാണ്. പടച്ചോനെ, ഈ നാടിനെ നിർഭയമുള്ള നാടാക്കി മാറ്റണം അല്ലാ.
അതാണ് ഒരു രാജ്യത്ത് ഒരു മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ ആദ്യം വേണ്ട നിർഭയത്വമാണ്. തന്റെ ശരീരത്തിനെതിരെ അക്രമം ഉണ്ടാകാൻ വേണ്ടി പാടില്ല, തന്റെ വിശ്വാസത്തിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല, തന്റെ സമ്പത്തിനെതിരെ, തന്റെ അഭിമാനത്തിനെതിരെ, ഇതിനൊന്നിനുമെതിരെയും ചോദ്യം ചെയ്യപ്പെടൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, ഈ നാട്ടിനെ നീ നിർഭയമുള്ള നാടാക്കി മാറ്റണേ അല്ലാഹ്. ആരും ഇല്ലാത്ത കാട് പിടിച്ച പ്രദേശത്ത് നിന്നിട്ട് ഭാര്യയും മക്കളെയും കൊടുത്തു വിട്ടിട്ട് പോകുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആ. പിന്നീട് എന്താ ചോദിച്ചത്? വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ഈ നാടില് നല്ല ഫലഭൂയിഷ്ഠമായ വിഭവങ്ങൾ അല്ലാഹു നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. തന്നെയാണ് നമ്മൾ പ്ലാനിംഗ് എന്ന് പറയുന്നത്. പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാലും ഇനി 5 ഇയർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം? എന്താണ്? ഇവിടെ മനുഷ്യന്മാർക്ക് കാര്യങ്ങൾ നടന്നു പോകണം, കിട്ടണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർവ്വപിതാവായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആയിദാൻ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നമുക്ക് ഇപ്രകാരം കാണാം. നബി തങ്ങൾ മദീനത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ജഅൽ ബിൽ മദീന, അല്ലാഹു നീ മദീനയിൽ ഉണ്ടാക്കണമേ മക്കൾക്ക് വേണ്ടി എൻ്റെ ഉപ്പാപ്പ ഇബ്രാഹിം നബി ദുആ ചെയ്തിട്ടുണ്ട്. അവിടെ നീ ബറക്കത്തൊക്കെ ചൊരിഞ്ഞിട്ടുമുണ്ട്, അതിന്റെ ഇരട്ടി ഞാനിതാ പടച്ചോനെ ഈ മദീനക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നു. അതെന്തേ നബിതങ്ങൾ മദീനത്ത് എത്തുന്നതിന് മുമ്പ് മക്കത്ത് നിന്ന് ചോദിച്ചിട്ടില്ലല്ലോ, മദീനത്ത് എത്തിയതിന് ശേഷമാണല്ലോ നബിതങ്ങൾ മദീനക്ക് വേണ്ടി ദുആ ചെയ്തത്. ആ ദുആ വരണമെങ്കിൽ ആ നാടിൽ നമ്മൾ ലയിക്കണം, ആ നാടുമായി നമ്മുടെ ശരീരവും മനസ്സും ലയിക്കണം. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ ചെയ്തത്. നബി തങ്ങൾക്ക് ഈ കൃഷിയിൽ നിന്നും വിളവൊക്കെ എടുത്തിട്ട് കാരക്കയും ഈത്തപ്പഴക്കെ നബി തങ്ങൾ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നബി തങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ തംരിന, അല്ലാഹുവേ നമ്മുടെ ഈ കാരക്കയിൽ ഈ ഈത്തപ്പഴത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, വബാരിക് ലനാ ഫീ മദീനത്തിന, നമ്മുടെ ഈ നാട്ടിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആ നാടിന് വേണ്ടി ദുആ ചെയ്യുന്ന രീതികൾ നമുക്ക് വളരെ വിശാലമായി കാണാൻ വേണ്ടി പറ്റും. സുഫിയാൻ സൗരി റഹിമഹുള്ളാഹ് രേഖപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ദുആ, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറയും. സുഫിയാൻ സൗരി എന്ന വലിയ താബിഈ പണ്ഡിതനാണ്, സഹാബാക്കളെ കണ്ട വ്യക്തിത്വമാണ്. അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ദുആ എന്താണെന്നറിയോ? ഭരണാധികാരികൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. ഒരല്പം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വാചകമാണത്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി ഒന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ദുആ നിങ്ങളുടെ നാട്ടിലെ ഭരണാധികാരികൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. എന്താണ് അതിന്റെ കാരണം? ഞാൻ ഒരാൾ നന്നായാൽ, എൻ്റെ കുടുംബം നന്നായാൽ അതിനെ കൊണ്ടുണ്ടാകുന്ന നന്മകളുണ്ട്. പക്ഷെ ആ നന്മക്കൊരു പരിധിയുണ്ട്. എൻ്റെ കുടുംബം നന്നായി അല്ലെങ്കിൽ ഞാൻ നന്നായി, അതുകൊണ്ടുണ്ടാകുന്ന പരിധി, അതിന്റെ നന്മകൾ വളരെ പരിമിതമായിട്ട് മാത്രമേ ഉണ്ടാവൂ. എന്നാൽ ഒരു നാട്ടിന്റെ ഭരണാധികാരി നന്നായാൽ, ഒരു നാട് ഭരിക്കുന്നവൻ നന്നായാൽ, അല്ലേ, നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ മുഅ്മിനീങ്ങൾ. എല്ലാ മനുഷ്യന്റെയും ഹൃദയങ്ങൾ ഇന്ന ഖുലൂബ ബനി ആദമ ബൈന ഇസ്ബഇ റഹ്മാൻ, എല്ലാ മനുഷ്യന്റെയും ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ പിടുത്തത്തിലാണുള്ളത്. ഒരു വിശാലമായ മരുഭൂമിയിൽ ഒരു ഇല പോലെ ഒരു കാറ്റടിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും മറിയും പോലെ അള്ളാഹുവിന് ഇതിനെ മറിക്കാൻ സാധിക്കും. യുഖല്ലിബുഹാ കൈഫശ, ഇതിന് ഉദ്ദേശിക്കുന്ന പടിയിൽ മറിക്കാൻ അള്ളാഹുവിന് സാധിക്കുമെങ്കിൽ ഈ ഒരു ഭരണാധികാരിയുടെ ചിന്ത നന്നായാൽ, ഈ ഭരണാധികാരിയുടെ മനസ്സൊന്ന് നന്നായാൽ ആ രാജ്യത്തിന് മൊത്തമാണ് കിട്ടുന്ന നന്മകൾ. അവിടെ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, നിങ്ങൾക്ക് പറ്റുമോ ഭരണാധികാരികൾക്ക് വേണ്ടി ദുആ ചെയ്യാം? നമ്മൾ സാധാരണ ജുമയുടെ ഖുതുബന്റെ അവസാനത്തിൽ ചെയ്യുന്ന ദുആക്കളിൽ ചെയ്യുന്ന ചില ദുആക്കൾ നിങ്ങൾക്ക് ഇപ്രകാരം കേൾക്കാൻ സാധിക്കും. അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മതന, പടച്ചവനെ നമ്മുടെ സമുദായത്തിൽ നീ നന്നാക്കണേ. വ അഇമ്മതന, നമ്മളെ നയിക്കുന്ന കുറെ ആളുകളുണ്ട്, അവരെ നീ നന്നാക്കണേ. അവിടെ കുറെ ചോദ്യമുണ്ട്, അമുസ്ലിമീങ്ങൾക്ക് ദുആ ചെയ്യാൻ പറ്റുമോ, കാഫിര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് മഗ്ഫിറത്തിന് വേണ്ടി മാത്രമേ ദുആ ചെയ്യാൻ പറ്റാണ്ടുള്ളൂ. പുറത്തു കൊടുക്കണേ ദുആ ചെയ്യാൻ പാടില്ല, ബാക്കിയൊക്കെ ദുആ ചെയ്യാം. അത് തന്നെയാണ് നമ്മുടെ ആവശ്യവും. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ഈ തരുണത്തിൽ ഒരു രാജ്യത്തിനോട്, നാം ജീവിക്കുന്ന നാടിനോടുള്ള കൂറ് കാണിക്കുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു വിശ്വാസിയുടെ വിശ്വാസം നിലനിർത്താനുള്ള ബാധ്യതയാണ്. എന്തുകൊണ്ട്? ഒരു നാട്ടിൽ അമ്മില്ല എങ്കിൽ, നിങ്ങൾ ആലോചിക്കും, ഒരു നാട്ടിൽ നിർഭയത്വം ഇല്ല എങ്കിൽ അരാജകത്വമാണ് അവിടെ ഉണ്ടാകുക. അരാജകത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആരാധനകൾ കൃത്യമായി നടപ്പിലാക്കപ്പെടുകയില്ല. നിങ്ങളുടെ അടിയന്തരാവസ്ഥ കാലത്തെ ചർച്ചകളും ആ ചരിത്രങ്ങളും നിങ്ങളൊന്ന് പഠിക്കുക. എന്താണ് ആ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ അനുഭവിച്ചത്? ഇവിടെ എല്ലാം താറുമാറാകും. അപ്പൊ ഇവിടെ ഒരു നല്ല ഭരണവും നല്ല രീതിയിലുള്ള വായുവും ഉണ്ടാകുമ്പോൾ മാത്രമേ മനുഷ്യന്മാർക്ക് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കലും എളുപ്പമായി തീരുകയുള്ളൂ എന്നതാണ് സത്യം. പ്രിയമുള്ളവരെ, ഈ അർത്ഥത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിനെയും മറ്റു രാജ്യങ്ങളിലെ ആക്രമിക്കപ്പെട്ടതുപോലെ ഈ രാജ്യത്തേക്കും കൊളോണിയൽ ശക്തികൾ കടന്നു വരികയുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേര് നമുക്കൊക്കെ ചരിത്രം അറിയാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല.
ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടന്നു വരികയും ഇന്ത്യയെ ഊറ്റിക്കുടിക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങുകയും ചെയ്തു. എന്തുകൊണ്ട് ഇന്ത്യയെ അവർ തെരഞ്ഞെടുത്തു എന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. പഠിതാക്കൾക്ക് മുമ്പിൽ അത് ഞാൻ സമർപ്പിക്കുന്നു. നമ്മളത് പഠിക്കേണ്ടത് എന്തുകൊണ്ട് ഇത്രയും രാജ്യങ്ങൾ ഉണ്ടായിരിക്കെ ഇന്ത്യ അവർ ചൂസ് ചെയ്തു. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഓൾറെഡി ഒരുപാട് രാജ്യങ്ങളുമായി കച്ചവട ബന്ധമുണ്ട്. ഇന്ത്യ ഒരു നെറ്റ്വർക്കാണ്. ഇന്ത്യ പിടിച്ചാൽ ഇന്ത്യൻ്റെ കംപ്ലീറ്റ് മാർക്കറ്റും ബ്രിട്ടന്റെ കൈകളിലേക്ക് വരും. ഭയങ്കര കുശാഗ്ര ബുദ്ധിക്കാരായിരുന്നു അവർ. ഒരു കച്ചവടത്തിന്റെ താല്പര്യത്തിലേക്ക് ഇവിടെ വരുന്നു. അപ്പൊ അവിടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പും ശേഷവും ഒക്കെ ഒരുപാട് മറ്റു രാജ്യക്കാരുടെ കച്ചവടത്തിന് വേണ്ടി വന്നിട്ടുണ്ട്, കച്ചവടം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അറബികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ വരുന്നു, മാന്യമായ ഒരു കച്ചവടം ഇവിടെ നടത്തുന്നു, തിരിച്ചു പോകുന്നു, സംസ്കാരങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിനപ്പുറത്ത് ഈ രാജ്യത്തെ എങ്ങനെ ഊറ്റിക്കുടിക്കാം എന്ന ചിന്ത അവർക്ക് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തത് അവരുടെ മിഷനറി പ്രവർത്തനം തന്നെയായിരുന്നു. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ക്രിസ്ത്യാനിറ്റിയെ ആ രീതിയിൽ വലിയ തോതിൽ ഇവിടെ കടന്നു കയറ്റാനുള്ള പദ്ധതിയും അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഒരു രാജ്യം ഇവിടെ വന്നോട്ടെ, മുഗളന്മാരും അങ്ങനെ പുറത്തുനിന്ന് വന്ന ആളുകളാണല്ലോ. വന്നിട്ട് ഈ രാജ്യത്തിന്റെ പൗരന്മാർക്ക് സുരക്ഷ ഉറപ്പാക്കുകയും ഇവിടെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത് എങ്കിൽ ഒരു കാരണവശാലും ഈ രാജ്യത്തെ എന്നല്ല ഒരു രാജ്യത്തെ പൗരന്മാരും അവർക്കെതിരെ പോരാടില്ല. അങ്ങനെ ചരിത്രം ഉണ്ടാവില്ല. നിങ്ങൾ പഠിക്കും, മുഗളന്മാർക്കെതിരെ എന്താണ് ഉണ്ടായ കലാപങ്ങൾ, അവർക്കെതിരെ എന്ത് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില പ്രാദേശികമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ടാകാം, എന്നാൽ വിശാലാർത്ഥത്തിലുള്ള ഒരു സമര പോരാട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റൂല. എന്തുകൊണ്ട്? മുഗളന്മാർ ഇവിടെ കടന്നു വരികയും കടന്നു വന്നിട്ട് ഈ രാജ്യത്തിന് അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അത് അവരുടെ രാജ്യമായിട്ട് മാറി. അത് നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. എന്നാൽ ഈ ചിന്തകരെ സംബന്ധിച്ചിടത്തോളം, ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എങ്ങനെ കൂറ്റാൻ വേണ്ടി പറ്റും അങ്ങനെ കൂറ്റിയിട്ട് ഇവിടുത്തെ ഓരോ പൗരന്റെയും അടിസ്ഥാന സ്വാതന്ത്ര്യവും അവകാശം വരെ ലംഘിച്ചിട്ട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിലാണ് ഇവിടുത്തെ മനുഷ്യന്മാർക്ക് അത് തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങിയത്. ഞങ്ങൾ അപഹരിക്കപ്പെടുകയാണ്, ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഈ നാട്ടിലെ കുരുമുളകും ഏലക്കയും സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ കടത്തിക്കൊണ്ടുപോയി ഞങ്ങളെ ഈ നാടിന് മുച്ചൂടും മുടിക്കാനുള്ള പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടങ്ങളൊക്കെ തുടങ്ങുന്നത്. അതിൽ മുസ്ലിമീങ്ങളെ പങ്കെന്താണ്? ബഹുമാനപ്പെട്ട ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹിമഹുല്ലാ അദ്ദേഹമാണ് ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഫത്വ പുറപ്പെടുവിക്കുന്നത്. കാരണം മുസ്ലിമീങ്ങൾക്ക് അവിടെയും പ്രശ്നമുണ്ട്. മക്കയിലുള്ള ആളുകളെ പോലെ സിന്ദാബാദം വിളിച്ച് കൊടിയെടുത്ത് റാലി നടത്തി പ്രക്ഷോഭം നടത്താൻ വേണ്ടി മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അവിടെ സാങ്കേതികമായ ചില പ്രയാസങ്ങളുണ്ട്. എന്താണ് ആ പ്രയാസം? അതിന്റെ ഫിഖ് എന്താണ്, അതിന്റെ കർമ്മശാസ്ത്രം, ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ മുസ്ലിമീങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ശരീഅത്തിന്റെ നിലപാട് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം ഒന്ന് സ്തംഭനാവസ്ഥയിലായി മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം, ഇവർക്കെതിരെ പോരാടാൻ പറ്റുമോ? കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന ആളുകൾക്കെതിരെ കലാപം നടത്തൽ ശറഈൽ വൻപാപമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചർച്ചകൾ വരികയുണ്ടായി. എന്നാൽ ആ സ്തംഭനാവസ്ഥയെ, ഒരു നിസ്സംഗമായ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹിമഹുല്ലാ അദ്ദേഹം ഫത്വ പുറപ്പെടുവിക്കുകയുണ്ടായി. ഇന്ത്യ ദാറുൽ ഹർബാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ദാറുൽ ഹർബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ പൗരന്റെ മേലും യുദ്ധം നിർബന്ധമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ എന്ന ഫത്വ ധൈര്യത്തോടു കൂടി പുറപ്പെടുവിച്ചത് ബഹുമാനപ്പെട്ട ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹിമഹുല്ലയാണ്. അപ്പോഴേക്ക് മുസ്ലിമീങ്ങൾക്ക് ആത്മീയമായി ഒരു ദീനീപരമായ സംശയങ്ങളും വസ്വസകളൊക്കെ മാറിക്കിട്ടി അവരും ഈ ബ്രിട്ടീഷുകാർക്കെതിരിൽ പോരാട്ടത്തിൽ മുമ്പിൽ നിന്നു എന്നുള്ളതാണ് സത്യം. അവിടെ നമ്മൾ വേറെ കുറെ കാര്യങ്ങളുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതിന്റെ വിശാലമായി 2 ഖുതുബകൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുർക്കി ഖിലാഫത്തിന്റെ പതനം അതും കൂടി ഉണ്ടായിരുന്നു മുസ്ലിമീങ്ങൾ ഈ പോരാട്ട രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെടുന്നു, ബ്രിട്ടൻ ജയിക്കുന്നു. തുർക്കിയും ഇപ്പറഞ്ഞ പോലെ തുർക്കിന്റെ കീഴിൽ ഏകദേശം 87ഓളം രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, 87 രാജ്യങ്ങൾ. ഞാൻ അവിടെ ഒരു കാര്യം മാത്രം കൂട്ടിച്ചേർത്ത് പറയാം. ഇവിടെ പലപ്പോഴും യുക്തിവാദികളും എത്തിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, മതമാണ് ലോകത്തെ ഏറ്റവും വലിയ യുദ്ധം ഉണ്ടാക്കിയത്, മതത്തിന്റെ പേരിലാണ് ലോകത്തെ ഏറ്റവും വലിയ യുദ്ധം. പ്രിയമുള്ളവരെ, 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധമാണ് ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധം. ഈ യുദ്ധത്തിന്റെ അടിസ്ഥാനം ഏത് മതവിശ്വാസമായിരുന്നു? 1-ാം ലോക മഹായുദ്ധത്തിന് പിന്നെ ഒരിക്കലുമല്ല, അതൊക്കെ വെറും വർത്തമാനം മാത്രമാണ്. ഏതായാലും തുർക്കി ഖിലാഫത്ത് വീഴുന്നു. തുർക്കി ഖിലാഫത്തിന്റെ കീഴിലുള്ള രാജ്യങ്ങളൊക്കെ ബ്രിട്ടൻ കേക്ക് മുറിച്ച് പകുത്തു കൊടുക്കുന്നത് പോലെ പകുത്ത് ഇല്ലായ്മ ചെയ്യുന്നു. ഇത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. തുർക്കി ഖിലാഫത്തിന്റെ കീഴിലാണ് അന്ന് മക്കയും മദീനയും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും. മുസ്ലിമീങ്ങൾ ആവശ്യപ്പെട്ടു, തുർക്കി ഖിലാഫത്തിന്റെ രാജ്യങ്ങളെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. പക്ഷേ ബ്രിട്ടൻ അതിന് തയ്യാറായില്ല. ആ സമയത്താണ് തുർക്കി ഖിലാഫത്തിന്റെ നാശത്തിന് ബ്രിട്ടൻ കാരണമായി. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ ആത്മീയ
ആത്മീയമായ അഭയകേന്ദ്രമായ തുർക്കി ഖിലാഫത്ത്. കാരണം അബൂബക്കർ റളിയല്ലാഹു ഖിലാഫത്ത്, പിന്നെ അബ്ബാസി ഖിലാഫത്ത്, അമവി ഖിലാഫത്ത്, ഉസ്മാനി ഖിലാഫത്ത്, അതാണ് ഓട്ടോമൻ, തുർക്കി ആസ്ഥാനമായി പ്രവർത്തിച്ച ഓട്ടോമൻ ഖിലാഫത്ത്. അതും കൂടി തകർന്നതോടുകൂടി മുസ്ലിമീങ്ങൾക്ക് അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടി വന്നു. അങ്ങനെ അവർ തുർക്കി ഖിലാഫത്തിന്റെ പതനത്തിൽ ബ്രിട്ടനെതിരെ വന്നപ്പോൾ അതിനെ ആ സമയം വരെ ഇന്ത്യയിൽ നടക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ കലാപം അല്ലെങ്കിൽ ആ ലഹള എന്ന് പറയുന്നത് ഓരോ ആളുകളും അവരവരുടെ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരുന്നു. മഹാത്മാഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ ഈ അവസരത്തിന് നന്നാക്കി എടുത്തുകൊണ്ട് ഇവരൊക്കെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നു. കാരണം എല്ലാവരും ശത്രു ബ്രിട്ടീഷായിട്ട് മാറിക്കഴിഞ്ഞു. മുസ്ലിമീങ്ങൾ ആ രീതിയിൽ മതപരമായും അതിന് ഫത്വകൾ പുറപ്പെടുവിച്ചു. അവർക്കൊരു പ്രത്യക്ഷമായ മറ്റു കാരണം കൂടി കിട്ടുകയുണ്ടായി. ആ അർത്ഥത്തിലാണ് ഈ രാജ്യത്തുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഈ വൈദേശിക ശക്തികൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചു. പ്രിയമുള്ള നമ്മളിതൊക്കെ പറയുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയത്. നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മൾ ഈമാൻ പോലും കളയുന്ന വർത്താനം നമ്മൾ ഒരിക്കലും പറയാൻ വേണ്ടി പാടില്ല. ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടി വായിച്ചോളിൻ, ഈ സമര പോരാട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചാൽ ഇന്ത്യയുടെ അന്നത്തെ എക്കണോമി അല്ലെങ്കിൽ അന്നത്തെ ഒരു അധികാരം വെച്ചുകൊണ്ട് ബ്രിട്ടനെ അടിച്ചു തോൽപ്പിക്കുക എന്ന് പറയുന്നത് സാധ്യമായിരുന്നില്ല. അത് ഒരു അർത്ഥത്തിൽ നമുക്ക് സാധ്യമാണെന്ന് വിശ്വസിക്കാൻ സാധിക്കൂല. നമ്മൾ പഠിച്ചു നോക്കിയാൽ മതി. പക്ഷെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗൈബിയ ഇടപെടൽ, അതാ ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും പടച്ചോന്റെ ചില നടപടികൾ ഉണ്ടാകും. രണ്ടാം ലോക മഹായുദ്ധവും കൂടി നടന്നു 4 വർഷങ്ങൾക്ക് ശേഷം. രണ്ടാം ലോക മഹായുദ്ധം നടന്നപ്പോൾ ഈ ബ്രിട്ടൻ തകർന്നു തരിപ്പണമായി. ബ്രിട്ടന്റെ തകർച്ച ഒരു ഭാഗത്ത്, ബ്രിട്ടൻ തകർന്നപ്പോൾ സാമ്പത്തികമായി വലിയ പ്രയാസങ്ങൾ അവർ നേരിട്ടും. ഇന്ത്യയെ പരിപാലിക്കാനുള്ള ചെലവ് പോലും ബ്രിട്ടന്റെ കൈകളിൽ ഇല്ലാതെ. അത് അല്ലാഹു തആല നമുക്ക് ഒരുക്കി തന്ന വലിയ സന്ദർഭമായിരുന്നു. പിന്നെ എങ്ങനെ ഇന്ത്യ കോളനിയാക്കി വെക്കണമെങ്കിലും ഇവിടെ കമ്പനി നടത്തണമെങ്കിലും ഒരു മിനിമം ക്യാപിറ്റൽ എങ്കിലും ഇവരെ കയ്യിലേക്ക് വേണമല്ലോ. അതുപോലും ഇല്ലാത്ത അവസ്ഥ വന്നു. ഇവിടെയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളികളും എല്ലാ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വരുന്നു. മറുഭാഗത്ത് രാജ്യങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം, ഈ പറഞ്ഞ പോലെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് കീഴിലേക്ക് വെക്കാൻ വേണ്ടി പാടില്ല എന്ന ദേശീയതയുടെ നാഷണാലിറ്റിയുടെ ചർച്ചകളും രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ, ഇങ്ങനെ ലോകാടിസ്ഥാനത്തിൽ ഈ ഒരു ചിത്രം വന്നപ്പോഴാണ് ഇന്ത്യക്കുള്ള മോചനം എളുപ്പമായത്. ഇത് എളുപ്പമാക്കി തന്നവൻ അല്ലാഹുവാണ്. നമ്മൾ ആലോചിച്ചാൽ ഒരുപാട് മനുഷ്യന്മാരുടെ കണ്ണീര് വീണിട്ടുണ്ട്, ഒരുപാട് മനുഷ്യന്മാരുടെ രക്തം വീണിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, അന്നിങ്ങനെ നമ്മൾ കഴിഞ്ഞിട്ട് 79ാമത്തെ സ്വാതന്ത്ര്യദിനം നമ്മളിങ്ങനെ ആഘോഷിക്കുമ്പോൾ ഒരു പൗരൻ എന്ന നിലയ്ക്ക്, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് നമുക്ക് സന്തോഷിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്, എല്ലാ വകുപ്പുമുണ്ട്. ഇതിൻ്റെ ഒക്കെ പുറകിൽ പ്രവർത്തിച്ചവരിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പൂർവ്വപിതാക്കൾ ഉണ്ട് എന്നൊരു കാര്യം കൂടിയുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ആഘോഷിച്ച് എല്ലാവരും പതാക ഉയർത്തുമ്പോൾ നമ്മളും പതാക ഉയർത്തി, എല്ലാവരും ലഡു വിതരണം നടത്തുമ്പോൾ നമ്മളും ലഡു വിതരണം നടത്തി. അത് മാത്രമല്ല ഒരു മുസ്ലിമിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫിൽ പറയുന്നുണ്ട്, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി. ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾക്ക് ഭൂമിയിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ, അവർക്ക് യഥേഷ്ടമായി ജീവിക്കാൻ, അവർക്ക് ഭക്ഷണങ്ങൾ നൽകിയാൽ, അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് നിലപാടാണ് അവർ സ്വീകരിക്കുക? അഖാമുസ്സലാ, അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടും, അവർ നമസ്കാരം നിലനിർത്തും. വആതവു സക്കാ, അവർ സാമ്പത്തിക ഇടപാടുകൾ അവർ സൂക്ഷിക്കും, അവർ അള്ളാഹുവിന്റെ സമ്പത്തിന്റെ ഇടപാടിൽപ്പെട്ട സക്കാത്തിന് മുൻഗണന കൊടുക്കും. വഅമറൂ ബിൽ മഅറൂഫ്, പരസ്പരം നന്മ കൊണ്ട് കൽപ്പിക്കും. ശരിയെ ശരിയാണെന്നും തെറ്റിനെ തെറ്റാണെന്നും പറയും. വനഹു അനിൽ മുൻകരി, തിന്മകൾ കാണുമ്പോൾ ആ തിന്മകൾക്കെതിരെ എന്താണോ എടുക്കേണ്ട ആയുധം, അത് ഒരു രാജ്യം അനുവദിക്കുന്ന ആയുധം എന്താണോ ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നവരാണ് ഈ വക്താക്കൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് കിട്ടിയ സ്വാതന്ത്ര്യം കിട്ടി, എന്നത് നിലനിർത്തുക എന്നുള്ളത് നമ്മൾ ഓരോ പൗരന്മാരുടെയും ധർമ്മമാണ്, ഓരോ പൗരന്മാരുടെയും ധർമ്മമാണ്. അള്ളാഹു നമ്മുടെ നാടുകൾക്കൊക്കെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ ഈ രാജ്യത്തിനെതിരെ നമ്മൾ 79 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 100-150 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈദേശിക ശക്തികൾക്കെതിരെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി നമ്മൾ സ്വാതന്ത്ര്യം നേടിയതെങ്കിൽ, പുതിയ കാലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ അകത്തുള്ള ചിതലുകളാണ്. ഈ രാജ്യത്തിന്റെ അകത്ത് ഈ രാജ്യം എന്ന് പറയുന്ന വൻമരത്തെ കടപുഴക്കി വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന ചില ചെതലുകളുണ്ട്. ചില മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയ ആളുകൾ, അവർ മൈനോറിറ്റിയാണ്. അവരെല്ലാ പ്രൊപ്പഗണ്ടകളും ഉപയോഗിച്ച്, അവരുടെ മുമ്പിലുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് ഈ രാജ്യത്തിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഒരു പൗരൻ എന്ന നിലയ്ക്ക് ആവേശത്തിലാകുന്നതിനപ്പുറത്ത് അല്ലെങ്കിൽ വൈകാരിക തലത്തിലേക്ക് എത്തുന്നതിനപ്പുറത്ത് നമ്മളതിനെ പക്വതയോടുകൂടി, പാകതയോടുകൂടി, അതാണ് ഞാൻ നേരത്തെ ഉപയോഗിച്ച ആ വാക്ക്, ഈ രാജ്യം നമുക്ക് അനുവദിച്ചു നൽകുന്ന എന്തെല്ലാം പ്രതിരോധ മാർഗങ്ങളുണ്ടോ
അത് ഭരണകൂടത്തിന്റെ കീഴിൽ നമ്മൾ നിന്നുകൊണ്ട് അവർക്കെതിരെ നിന്നുകൊണ്ട് നമുക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്, ഇനി വരാൻ വേണ്ടി പോകുന്ന തലമുറകൾക്കും അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കലും നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കി എല്ലാ രാജ്യക്കാരും വെറുക്കണമെന്നല്ല. അതാണ് തീവ്രമായ ദേശീയത. ഇത് ഒരു നിലക്കും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോഴേ അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടൂ. ഇന്ത്യയെ ഞാൻ സ്നേഹിക്കുന്നു, എന്തുകൊണ്ട്? ഇന്ത്യയിൽ ഞാൻ ജനിച്ചു എന്നതുകൊണ്ടാണ്, ഇന്ത്യയിൽ ഒരുപാട് നന്മകളുണ്ട് എന്നതുകൊണ്ടാണ്. എന്നതിന്റെ അർത്ഥം ഇന്ത്യ അല്ലാത്ത ബാക്കി എല്ലാ രാജ്യങ്ങളും ഞാൻ വെറുക്കുന്നു എന്നല്ല. മനുഷ്യൻ എന്ന നിലക്ക്, അത് ആഫ്രിക്കയിലെ കൊടുങ്കാട്ടിൽ ജീവിക്കുന്ന കറുകറുത്ത മനുഷ്യനാണെങ്കിൽ ശരി, അവനെയും ഞാൻ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട്? അവൻ മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണ്. അവനും അള്ളാഹുവിന്റെ അടിമയാണ്, ഞാനും അള്ളാഹുവിന്റെ അടിമയാണ്. അത് മറന്നു പോകരുതേ. അങ്ങനെ ദേശീയത പറഞ്ഞ് തീവ്രതയിലേക്ക് കടന്നു പോലെ അത് ഇതിനേക്കാൾ വലിയ അപകടമാണ്. ആ ദേശീയതയുടെ ഏറ്റവും വലിയ അപകടമായിരുന്നു ഹിറ്റ്ലർ കാണിച്ചത്. ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റിന്റെ കാരണം എന്താണ്? ഈ തീവ്ര ദേശീയതയായിരുന്നു. പ്രിയമുള്ളവരെ, ആ അർത്ഥത്തിൽ നമ്മൾ മാനവിക സ്നേഹമുള്ളവരായി മാറണം. ഈമാന്റെ പേരിൽ നമ്മൾ സ്നേഹിക്കുന്നവരാകണം. അത് ഏത് രാജ്യക്കാരായാലും ശരി. പക്ഷെ നമുക്ക് കടമ നമ്മുടെ രാജ്യത്തിന്റെ ആളുകളോട് നമുക്ക് കൂടുതലായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യ കൈച്ചലായി എന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഭരണഘടനയുള്ള എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യം കിട്ടണം. ഓരോ രാജ്യക്കാർക്കും അവരുടെ ഭരണഘടന അനുസരിച്ച് ജീവിക്കുവാനും അവിടുത്തെ ആളുകൾക്ക് അവരെ ഭരിക്കുവാനുമുള്ള കെൽപ്പുണ്ടാകണം. ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിനെതിരെ അധിനിവേശം നടത്താൻ വേണ്ടി പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഈ സമയത്ത് പലസ്തീനിൽ മോചനം കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അല്ലാതെ ഇന്ത്യക്ക് മാത്രം സ്വാതന്ത്ര്യം, മറ്റു രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട. അത് വളരെ കൺജസ്റ്റഡ് ആയ, ഇടുങ്ങിയ, റിജിഡായ മനോഭാവമാണ്, വൈകല്യമാണത്. ബാക്കി എന്തോ ആയിക്കൊള്ളട്ടെ, ഇല്ല. ഏത് രാജ്യമുണ്ട്, അത് ഉക്രൈൻ ആയാലും ശരി, ഉക്രൈന്റെ ഭരണകൂടമുണ്ട്, അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവർക്ക് സെപ്പറേറ്റ് ആയ എൻറ്റിറ്റി ഉണ്ടെങ്കിൽ അവർ ഭരിക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ. റഷ്യക്ക് എന്താ അവകാശം അതിനെതിരെ കടന്നാക്രമണം നടത്താൻ? പാകിസ്ഥാന് സ്വന്തമായി ഭരണഘടനയുണ്ട്, പാകിസ്ഥാനെ ഭരിക്കട്ടെ. ഒരിക്കലും ഇന്ത്യന്റെ മേൽ കുതിര കയറേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഓരോ രാജ്യവും അവർക്ക് നൽകപ്പെട്ട ഭൂമിയിൽ, അവർക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് അവരുടെ ഭരണഘടന അനുസരിച്ചിട്ട് അവർ ജീവിക്കുകയും ആ നാട്ടിലെ പൗരന്മാർക്ക് വേണ്ടിയും പണിയെടുക്കുകയും മറ്റും ചെയ്യട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വലിയൊരു ഒരു വിഷയമാണിത്. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലമുറയിലേക്ക് നമ്മൾ ഈ ചരിത്രങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് ഈ രാജ്യത്തിനോടുള്ള കടമ എന്താണ്, അതിനോടുള്ള കർത്തവ്യം എന്താണ് എന്ന ചിന്തകളും ധാരണകളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിന് എല്ലാവിധ ഖൈറുകളും അമ്നും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തെ ഏതെല്ലാം രാജ്യങ്ങൾ അധീനതയിലായി അടിച്ചമർത്തപ്പെട്ട ആക്രമണങ്ങളിൽ കഴിയുന്നുണ്ടോ അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله ليس كمثله شيء وهو السميع البصير هو الأول والآخر والظاهر والباطن وهو بكل شيء